നമസ്കാരം, രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഉത്സവകാലത്തിൻ്റെ ഓർമ്മയുമായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, പൊങ്കലാണല്ലോ. അപ്പോൾ ഒരു ശർക്കര പൊങ്കലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ശർക്കര പൊങ്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലെയൊക്കെ പഴയകാല ഓരോ ഓർമ്മ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ശർക്കര പൊങ്കൽ നല്ല ട്രഡീഷണൽ രീതിയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ അരി എടുത്തിട്ടുണ്ട്. ഞാൻ സോനാ മസൂരിയാണ് എടുത്തത്. ഏത് അരിയായാലും കുഴപ്പമില്ല, പച്ചരി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പം 1/2 കപ്പ് അരി എടുത്തു, കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ട ചെറുപയർ പരിപ്പാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് ഇതുപോലെ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര വേണം. ഞാനിത് പൊടിച്ച ശർക്കരയാണ്, 3/4 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ് വേണം. വറുത്തിടാൻ വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് ചിരകിയ തേങ്ങ കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ആദ്യം ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കഴുകി വെച്ചതാണ്. ഇതൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കണം. അപ്പൊ ചെറുപയറും അതുപോലെ തന്നെ അപ്പൊ അരിയും കുറച്ച് വറുത്ത് വന്നിട്ടുണ്ട് നെയ്യില്. ഇനി ഇതിലേക്ക് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വരണം. അത്രയും നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ശർക്കര പാനിയാക്കി എടുക്കുകയാണ്. അപ്പം ഒരു സോസ് പാനിലേക്ക് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ആദ്യം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട്. നമ്മളെ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ അരി ഉണ്ടല്ലോ, നല്ല പോലെ വെന്ത് വരണം. ഇങ്ങനെ വേറിട്ട് നിൽക്കുന്ന പോലെയല്ല, നല്ല പോലെ വെന്ത് വരണം. ഇത് കണ്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തത് ഇതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരുപാട് അങ്ങ് തിളച്ച് വരണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് മാത്രം വന്നാൽ മതി. അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഏതാണ്ട് നമുക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ അരിയും അതുപോലെ പരിപ്പും വറക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മുന്തിരി വറുത്തിടുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കും. പിന്നെ ലാസ്റ്റ് 1 ടേബിൾ സ്പൂണും ഒഴിക്കും. അതൊരു 3.5 മുതൽ 4 ടേബിൾ സ്പൂൺ ടോട്ടൽ അത്രയും വേണം. എന്നാലേ അതിനൊരു ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ആയി വരുന്ന സമയത്ത് തേങ്ങ ചിരകിയത് ഒരു 1/4 കപ്പ് ഉണ്ട്. ഇതിട്ട് അധികം ഇങ്ങനെ ബ്രൗൺ കളറൊന്നും ആയി വരണ്ട, ജസ്റ്റ് ഓഫ് ആയി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, പൊങ്കലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് തിളച്ച് വരണ്ട. ഇത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് കട്ടിയായിട്ട് വരും. ജസ്റ്റ് ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവേണ്ട ഒരു ടൈമേ ആവശ്യമുള്ളൂ. 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ പൊങ്കൽ റെഡി ആയിട്ടുണ്ട്. എന്ത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ, ശർക്കര പൊങ്കൽ. അപ്പം ഇത് നമ്മളെ ട്രഡീഷണൽ വേയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പായസം പോലെയൊക്കെ കഴിക്കാം. അമ്പലത്തിൽ പൊങ്കൽ ആയി കിട്ടുന്ന സംഭവമാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പുതിയൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.